അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോരുകറിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ സൗണ്ട് മെയിൻ ആക്കല്ലോ കേട്ടോ. എൻ്റെ സൗണ്ട് ആകെ ജലദോഷം പിടിച്ച് ആകെ അടഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ വീട്ടിൽ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മോരുകറി ഉണ്ടാക്കി വയ്ക്കും, അടിപൊളി ടേസ്റ്റ് എടുക്കും. നമ്മൾ ചോറിൻ്റെ ഈ ഒരു മോരുകറിയും ബീഫ് റോസ്റ്റും ഒരു പപ്പടം ഉണ്ടെങ്കിൽ ആഹാ അടിപൊളി ചോറിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം കുമ്പളം കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തോളിയും. ഇനി നമ്മൾ അരിഞ്ഞ കുമ്പളം കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഏതിനാണ് ഉണ്ടാക്കാൻ നിൽക്കുന്ന ആ പാത്രത്തിലോട്ട് നമുക്കിതെല്ലാം മാറ്റാം. പനിയും ജലദോഷം വന്നുകൊണ്ട് ഒറ്റടിക്ക് പറയുമ്പോഴേ ശ്വാസം ഒന്നും കിട്ടില്ലടോ. ഇനി നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 4 പച്ചമുളക് കീറിയതും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അതവിടെ വേവിട്ടെ. അപ്പത്തിന് നമുക്ക് കൈക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരവിയതും 2 ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കുമ്പളങ്ങി നമുക്ക് വെന്ത് നോക്കാം. അപ്പോൾ ഫുള്ളായിട്ട് അത് വെന്തിട്ടില്ല. അപ്പം നമുക്ക് ഒന്നുകൂടി കുറച്ച് അടച്ചേക്കാം. ഇനി നമുക്ക് അതിക്ക് ഒഴിക്കാനുള്ള മോര് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് നമ്മൾ വാങ്ങണ പുളിയിലെ തേരില്ലേ അതെടുത്തിരിക്കുന്നത്, അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ കുമ്പളങ്ങ അവിടെ വെന്തിട്ട് ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചിട്ട് ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ആ മോര് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് താളിക്കണം, അത് കാണിക്കാൻ വിട്ടു. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ചെടുത്തിട്ട് കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളി ഉണക്കമുളക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ആ താളിപ്പായി കഴിച്ചു കൊടുത്ത് നമ്മൾ മോരുകറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മറക്കാതെ ട്രൈ ചെയ്തിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പം ഇതിവിടെ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ ബൈ.